എല്ലാവരുടെയും മനസ്സിലൊരു പ്രണയം ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ്. സൂപ്പർ. പ്രണയത്തിന് പുതിയ മാനം കൽപ്പിച്ച ഫിലിമാണ്. സൂപ്പർ. നിങ്ങളുടെ കൽവിലോട്ട് കയറി അത് മതി. സൂപ്പർ സൂപ്പർ സൂപ്പർ. പ്രണയത്തിന് പുതിയ മാനം കൽപ്പിച്ച ഫിലിമാണ്. സൂപ്പർ. അടിപൊളി ക്ലൈമാക്സ്, അടിപൊളി. നിങ്ങളുടെ കൽവിലോട്ട് കയറി അത് മതി. താങ്ക് യു സോ മച്ച്. ഇത്രയും പേരുടെ കൂടെ കണ്ടപ്പോ ആ ഒരു ഹാർഡ് വർക്ക് ഒക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ്. നമ്മൾ കാണുന്ന കൈയടി കരിച്ചില് ആ എക്സ്പീരിയൻസ് മൊത്തം ഒരു ഫുൾ ടീം എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ തന്നെ. സോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് വളരെ വലിയ ഭാഗ്യമുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു. പടം കൊള്ളാം, രസമുള്ള പടമാണ്. പിന്നെ സിദ്ദീഖ് അടിപൊളി പെർഫോമൻസ് ആണ്. പുള്ളി ഒരു ഷോ സ്റ്റീലറായിട്ട് ഈ പടത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ കൊള്ളാവുന്നൊരു റൊമാൻറ്റിക് ഡ്രാമയാണ്. അതിൻ്റേതായ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയായതുകൊണ്ട് തന്നെ ആലപ്പുഴ നഗരത്തിലെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് പറയുന്ന ആലപ്പുഴയെ വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്യപ്പെടുകയും അത് ദൃശ്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും ഒക്കെ കൊള്ളാം. അതുമാത്രമല്ല കുറച്ചധികം പുതിയ പെർഫോമൻസുകളുണ്ട്. നായകനായാലും നായികയായാലും ബെറ്റർ മൂവി. സാജിദയുടെ ഇതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും ബെറ്റർ. എല്ലാവരുടെയും മനസ്സിലൊരു പ്രണയം ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ്. ഇമോഷണൽ ആണോ സംഭവം? കരയിപ്പിച്ചോ? കരയിപ്പിച്ചോ? സൂപ്പർ, നല്ലതാണ്. കളിക്കുന്നു, നല്ല ഫിലിം. പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഇമോഷനൊക്കെ വർക്കൗട്ടായി. ലവ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അതാണ് ഇതിലത്ര സന്തോഷം. സിനിമയിൽ പ്രണയം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആലപ്പുഴ എങ്ങനെയുണ്ട് കാണാൻ? സിനിമയിൽ കാണാൻ എങ്ങനെയുണ്ട്? പ്രണയമുള്ള ആൾക്കാർക്ക് കൂടുതൽ സിനിമ കണക്ട് ആയിട്ടോ. കുറച്ചും കൂടെ പ്രണയത്തിലേക്ക് ആഴ്ച ആൾക്കാരുടെ സിനിമ കൂടുതൽ കണക്ട് ആവുന്നത്. പടത്തിൽ വേറെ പോരായ്മ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യണത് അതിനെക്കുറിച്ച് ലെവലിൽ മാറിയാണ് സിനിമ പോയത്. കുഴപ്പമില്ല. പടത്തിന് അഭിനയകാരന് പുതുമുഖങ്ങളാൻ തോന്നിയില്ല. എല്ലാവരും അഭിനയകാരനെല്ലാം ഒക്കെയാണ്. അതിന് ഗംഭീരമായിട്ടാണ് സാറ് ചെയ്തിരിക്കുന്നത്. ഇമോഷണലാണോ? ഇമോഷണലാണ്. സിനിമ അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്തിരിക്കും. ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത്. ഞങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു പടമാണ്. സോ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഇറ്റ് മീൻസ് ലോട്ട് ടു അസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പടം സ്വീകരിച്ചു, ക്യാരക്ടേഴ്സിനെ സ്വീകരിച്ചു, നിങ്ങളുടെ കൽവിലേക്ക് കയറാൻ പറ്റി. സോ ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. ഫൈറ്റ് സീന് കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
ഫൈറ്റ് സീൻസ് നമുക്ക് 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ തേറ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫർ ഫേസ് പ്രഭുവ, പിന്നെ രാജശേഖർ മാസ്റ്റർ, പിന്നെ മാഫി ശശി ഉണ്ടായിരുന്നു. സോ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇതൊരു തേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു വളരെ ഇമോഷണൽ ഹാർട്ട് ഫെൽ സ്റ്റോറിയാണ് നമ്മുടെ പടം അവതരിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു. സിദ്ദീഖയുടെ കൂടെ അഭിനയിച്ചപ്പം എല്ലാ കാര്യങ്ങൾ പറയോ? സിദ്ദീഖയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും സിദ്ദിഖ് അറിയാമല്ലോ, നമ്മുടെ വൺ ഓഫ് ദ ഇൻഡസ്ട്രീസ് ബെസ്റ്റ് മോസ്റ്റ് വേഴ്സിറ്റൈൽ വെറ്ററൻ ആക്ടേഴ്സ് ആണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ രണ്ടാമത്തെ പടത്തിൽ തന്നെ ഒരു ഭാഗം കിട്ടി. സോ ഐ എം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.